എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഓക്കേ. പണ്ടെന്ന് പറഞ്ഞാ പണ്ട് ഇവിടെ ഒരു കാടുണ്ടായിരുന്നു. കാടോ? ഫോറസ്റ്റ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ എവിടെ ഈ കാട്? അതൊരു കാവിനടുത്താ. എവിടെ കാവ്? അതിവിടെ അടുത്താ. ഇപ്പൊ ആ കാവൊന്നും ഇല്ല. ഞാൻ കഥ പറയണോ? പണ്ടതൊരു വലിയ കാടായിരുന്നു. പക്ഷെ ഇപ്പൊ അത്രയ്ക്കൊന്നുമില്ല. ആ കാട്ടിലോട്ട് കേറിയാലുണ്ടല്ലോ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര ഇരുട്ടായിരിക്കും. ഇപ്പൊ ആ കാടവിടെ പോയി. ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇപ്പൊ അവിടെ എല്ലാം വലിയ കെട്ടിടങ്ങളൊക്കെ ആയില്ലേ. ആ കാട്ടിനകത്ത് എന്താ ഇപ്പൊ വലിയ സംഭവം? വേണ്ടേ, ഞാൻ കഥ പറഞ്ഞു തീരാ അതിന് ചോദ്യം ചോദിച്ചേക്കരുത്. ആ കാടിനകത്തെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ആ വീടിനകത്ത് ട്രിയോപ്പ എന്ന് പറഞ്ഞൊരു ഭൂതം ഉണ്ടായിരുന്നു. അതെ, അച്ഛനമ്മയ്ക്ക് നല്ലൊരു പേരിട്ട് കൊടുക്കായിരുന്നു അല്ലേടാ? അതെ, വല്ല റേഹാനോ റോഹാനോ പറഞ്ഞിട്ടാ മതിയായിരുന്നു. ഇതെന്താ പേര്? ഞാൻ കഥ പറയുന്നില്ല, ഞാൻ എണീറ്റ് പോകും. ആ ട്രിയോപ്പയ്ക്ക് 300 വയസ്സുണ്ടായിരുന്നു. അല്ല, ആ ഭൂതങ്ങളിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അതേന്നേ, ഈ കാടിനടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഭൂതത്തിനെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു സായിപ്പ് വലിയൊരു കപ്പലില് കൊച്ചി വന്നിറങ്ങി ഈ ട്രിയോപ്പെ കൊണ്ടുപോകാനായിട്ട്. ഈ ട്രിയോപ്പെ കൊണ്ടുപോയാലുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടക്കും. അതിനുള്ള കഴിവ് ഈ ട്രിയോപ്പ ഭൂതത്തിനുണ്ട്. ശരിക്കും എന്ത് ചോദിച്ചാലും തരും. ഫുട്ബോൾ ചോദിച്ചാൽ തരുമോ? പിന്നെന്താ, ചോക്ലേറ്റ് ചോദിച്ചാലോ? ഇഷ്ടം പോലെ തരും. പാർക്കിൽ കൊണ്ടോ? എത്ര തവണ വേണമെങ്കിലും കൊണ്ടുപോകും. റിച്ച് ആയതുകൊണ്ടല്ല, ആ ഭൂതത്തിന് ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു. മന്ത്രവാദിനാണല്ലേ? മന്ത്രവാദിയല്ല, മന്ത്രവാദി വേറെ ഭൂതം വേറെ. എന്ത് സംഭവിച്ചു? ട്രിയോപ്പായെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് സായിപ്പ് കപ്പലിൽ വന്ന് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് കാട്ടിലേക്ക് പോയി. സായിപ്പ് പിടിച്ചാ? എവിടെ, നിങ്ങളെ പോലുള്ള കുറേ കൂട്ടുകാര് ഈ ഭൂതത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ ഭൂതത്തിനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഈ കൂട്ടുകാരൊക്കെ ഒറ്റയ്ക്ക് ആയി പോത്തില്ലയോ. അപ്പൊ അതിന് അവരെന്ത് ചെയ്തു, നിങ്ങളെ പോലുള്ള ആൾക്കാരെന്ത് ചെയ്തു, ഈ ഭൂതത്തിനെ ഒരു ചെപ്പിനകത്തില് അടച്ചങ്ങ് വെച്ചു. ഇത്രയും വലിയ ഭൂതത്തിനെ ചെപ്പിനകത്ത് അടച്ചു വെക്കാനാ? അതിനുള്ള ശക്തിയൊക്കെ ആ ഭൂതത്തിനുണ്ട്. വലുതാവാനും പറ്റും, ചെറുതാവാനും പറ്റും. എന്നിട്ടോ? ഈ സായിപ്പ് ഭയങ്കര ദുഷ്ടനായിരുന്നു. ഈ ട്രിയോപ്പായെ കിട്ടാത്തന്റെ ദേഷ്യത്തിന് അവിടെയുള്ള ആൾക്കാരെ മൊത്തം പിടിച്ചോണ്ട് പോയി. എന്തിന്? അയാളുടെ അടിമയാക്കി വെക്കാൻ. അടിമ? ഈ സായിപ്പുണ്ടല്ലോ എല്ലാരെയും അടിമകളാക്കി വെച്ചു. അക്കൂട്ടത്തിൽ ട്രിയോപ്പയുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അടിമകളോ? ഈ സായിപ്പുണ്ടല്ലോ എല്ലാരെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കും. എന്നിട്ട് ഭക്ഷണം കൊടുക്കത്തില്ല, കിടക്കാൻ ഇടം കൊടുക്കത്തില്ല, കൂടെ ചാട്ടവാറിന് അടിക്കും. അങ്ങനെയായിരുന്നു കൊണ്ടു നടന്നത്. അമ്മൂമ്മേ, ആ ചെപ്പ് പോടുണ്ട്? അതറിഞ്ഞൂടാ, ഏതോ കാട്ടിലുണ്ട്. ആ ചെപ്പിന്റെ കൂടെ ഒരു ചുമന്ന കല്ലിന്റെ മോതിരമുണ്ട്. ആ മോതിരം കയ്യിലിട്ടോണ്ട് ചെപ്പ് തുറന്നാൽ ട്രിയോപ്പ നമ്മുടെ കൂട്ടുകാരാവും. അങ്ങനെ കൂട്ടുകാരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും ട്രിയോപ്പ നമുക്ക് നേടിത്തരും. ട്രിയോപ്പ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് കൊറേ ചോക്ലേറ്റ് കഴിക്കാം. അമ്മൂമ്മ, ഈ കഥയൊക്കെ ഉള്ളതാണാ? ഞാൻ എന്തിനാ എന്റെ കുഞ്ഞുങ്ങളോട് കള്ളക്കഥ പറയുന്നേ? അമ്മൂമ്മ എപ്പോഴെങ്കിലും ട്രിയോപ്പയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കാണണം. ഈ ട്രിയോപ്പ കണ്ട എങ്ങനെ ഇരിക്കും? അമ്മൂമ്മ അറിഞ്ഞിട്ട് ഭൂതോന്നല്ലേ? അപ്പൊ 2 കൊമ്പൊക്കെ ഉണ്ടാവും ഇല്ല അമ്മൂമ്മേ? കൊമ്പൊക്കെ ഉണ്ടാവും, 2 കൊമ്പുണ്ടാവും. പല്ലുണ്ടാവോ? പല്ല് പല്ല് ചിലപ്പോ കാണുമായിരിക്കും, അറിഞ്ഞൂടാ, കാണും.